നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പെൺബുദ്ധി പിൻബുദ്ധി എന്നാ പറയുക. പക്ഷെ ഇവിടെ ഒരു മാറ്റമുണ്ട്. കൽപ്പന എല്ലാവരെക്കാളും ഒരു പടി കൂടുതൽ ചിന്തിക്കുന്നു. പ്രിയങ്കയോടുള്ള വൈരാഗ്യം തന്നെയല്ലേ കാരണം? എനിക്കൊരാളോട് വൈരാഗ്യം തോന്നിയ പിന്നെ അയാളുടെ നാശം കണ്ടിട്ട് ഞാൻ അടങ്ങും. അതിപ്പോ ചെറിയച്ഛനോട് തോന്നിയ പോലും. അയ്യോ മോളെ, തൽക്കാലം നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലാതെ മുത്തശ്ശി പറയുന്ന പോലെ ഒന്നുമില്ല. അവന് ആപത്ത് വന്നാൽ നിനക്കെന്താ? ചോദിക്കാനും അറിയാനും ഒക്കെ അവിടെ ആളുണ്ട്. യശോദേ, എത്തിച്ചു വിട്ട നിന്റെ മോളുടെ മംഗല്യ ഭാഗ്യം നിലനിൽക്കണമെങ്കിൽ ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. കൊഴുത്ത് ഞെരിച്ച് കൊന്നേക്കണേ ഇവളെ. നിക്കെന്റെ പ്രിയങ്ക മോളുടെ ജീവിതം വഴി വരുന്നത് അല്ലാതെ തൊണ്ടേ തള്ളയില്ലാത്ത ഇവളുടെ ജീവിതം അല്ല. ഇങ്ങോട്ട് മാറി നിൽക്കേശോ. അതേടി, എനിക്ക് ഭ്രാന്ത. ഇവളെ പോലുള്ളവര് കുടുംബത്തുണ്ടെങ്കിലേ ഭ്രാന്തി കുറഞ്ഞ ഒന്നും ഉണ്ടാവത്തില്ല. ഇങ്ങോട്ട് അയ്യോ, കണ്ണു തുറക്ക്. ചോറ് നിൽക്കുന്നില്ലല്ലോ. നന്നായി പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നേ. നീ പോയി ഒന്ന് അച്ഛനെ വിളിക്കേ. അമ്മേ, 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 അമ്മ കണ്ണു തുറക്ക്. അമ്മേ, 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 താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. അമ്മേ, മോളെ ഒന്ന് പെട്ടെന്ന് വാ. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി മോളെ, മോളെ, അമ്മേ ഒന്ന് പെട്ടെന്ന് വാ. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നീ പോയി പെട്ടെന്ന് വണ്ടി വിളിച്ചിട്ട് വാ. അമ്മേ, അമ്മേ, ചെറിയച്ഛന്റെ തീരുമാനം എന്താ? അച്ഛൻ ICUല. വരുണിന്റെ കാര്യമാണെങ്കിൽ ഇനി പ്രതീക്ഷിക്കുകയും വേണ്ട. സ്വാഭാവികമായിട്ടാണെങ്കിൽ കുടുംബത്തിലെ അടുത്ത കാരണവര് ചെറിയച്ഛനാണല്ലോ. വിചാരിക്കുന്ന പോലെ എല്ലാം നടന്നാൽ കണിമംഗലൂരി എന്റെ കയ്യില. ചെറിയച്ഛൻ അങ്ങനെ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നതിലും എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ അങ്ങനെ ആവില്ല പ്രിയങ്കയുടെ നിലപാട്. അവൾക്ക് എന്ത് നിലപാട്? പെരുങ്കള്ളിയല്ലേ. ആഭരണങ്ങൾ എടുത്ത് ഇവിടെ നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചവളല്ലേ. അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് അവളുടെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. കണിമംഗലം തറവാടിന്റെ വീര്യം ചെറിയച്ഛൻ കാണിക്കേണ്ടത് ഇപ്പോഴാ. ഇപ്പൊ ഈ കുടുംബം നിൽക്കുന്ന അവസ്ഥയില് മറ്റൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും സമയം കിട്ടില്ല. അവളുടെ അച്ഛനെ വിളിച്ചു വരുത്തി അവള് ചെയ്ത കാര്യങ്ങള് കൃത്യമായിട്ട് അയാളെ ബോധ്യപ്പെടുത്തണം. അച്ഛനോ മകൾക്കോ തർക്കിക്കാനോ ജയിക്കാനോ ഒരവസരവും കൊടുക്കരുത്. കണിമംഗലം തറവാടിന് യോജിക്കാത്തൊരു പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ തടയാൻ ആരുമില്ല. അയാൾക്ക് വേറെ നിവൃത്തി ഉണ്ടാവില്ല. പെൺബുദ്ധി പിൻബുദ്ധി എന്നാ പറയുക. പക്ഷെ ഇവിടെ ഒരു മാറ്റമുണ്ട്. കൽപ്പന എല്ലാവരെക്കാളും ഒരു പടി കൂടുതൽ ചിന്തിക്കുന്നു.
പ്രിയങ്കയോടുള്ള വൈരാഗ്യം തന്നെയല്ലേ കാരണം? എനിക്കൊരാളോട് വൈരാഗ്യം തോന്നിയ പിന്നെ അയാളുടെ നാശം കണ്ടിട്ട് ഞാൻ അടങ്ങും. അതിപ്പോ ചെറിയച്ഛനോട് തോന്നിയാ പോലും. അയ്യോ മോളെ, തൽക്കാലം നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളെ ഒന്ന് വിളിക്കാം. ഉം. നമസ്കാരം തിരുവേദി. നമസ്കാരം. ഹലോ, ഞാൻ ചന്ദ്രശേഖരനാ, കണിമംഗലത്ത് നിന്നു. എന്താണാവോ? തിരുമേനി അത്യാവശ്യമായിട്ട് കണിമംഗലം വരെ ഒന്ന് വരണമല്ലോ. എന്താ പ്രത്യേകിച്ച്? കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ചോദിക്കാതെ കൂട്ടിക്കോളൂ. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്പം കുഴപ്പമുണ്ട്. അതിപ്പോ തന്നെ അറിയണമെന്ന് തിരുമേനി നിർബന്ധം പിടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരാൻ നോക്ക. ഈശ്വര, എന്താണാവോ? തിരുമേനി വൈകാതെ എത്തും. അമ്മ മാത്രം ഒരു തടസ്സം. ഇക്കാര്യത്തിൽ തടസ്സം പിടിക്കാൻ വന്നാ മുത്തശ്ശി തോറ്റു പോത്തേ ഉള്ളൂ. അതിനുള്ള വഴി എനിക്ക് അറിയാൻ ചെറിയച്ച. ദേവനാരായണൻ തിരുമേനി ആത്മാഭിമാനമുള്ള ആളാ. അയാളുടെ അഭിമാനത്തിൽ തന്നെ കൊത്തണം. മകളെയും വിളിച്ചിവിടുന്ന് പടിയിറങ്ങുന്ന തിരുമേനി പിന്നെ ഒരിക്കലും കണിമംഗലത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല. എന്തു പറ്റിയതാ? ഒന്ന് വീണതാ, തലയിടിച്ചു. എവിടെയാ തട്ടിയത്? വാതിലിന്റെ പടിയില. പ്രഷറിന്റെ ഗുളികയോ മറ്റോ കഴിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും മയക്കം തോന്നിയിട്ട് വീഴുകയോ മറ്റോ ചെയ്തതാണോ? അല്ല, മുത്തശ്ശി സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയില് പെട്ടെന്ന് കാല് തെറ്റി വീണതാ. ശരീരത്തിൽ വേറെ മുറിവോ വേദനയോ എന്തെങ്കിലും? ഏയ് ഇല്ല. തൽക്കാലം മുറിവ് ഡ്രസ് ചെയ്യാം. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പോയാ മതി. സിസ്റ്റർ, ആ മുറിവ് ഡ്രസ് ചെയ്തോ? ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.